മൃഗങ്ങൾക്ക് പ്രകൃതിപരമായ ഭക്ഷണക്രമമുണ്ട്. എന്നാൽ അപൂർവമായ ചില മൃഗങ്ങൾ തങ്ങളുടെ സ്വാഭാവിക ഭക്ഷണക്രമത്തിൽ നിന്നും തീർത്തും വിഭിന്നമായ ഭക്ഷണ രീതി അവലംബിക്കാറുണ്ട്. അത്തരത്തിലൊരു വെജിറ്റേറിയൻ സിംഹമായിരുന്നു ലിറ്റിൽ ടൈക്കി. ടൈക്കിയുടെ സംരക്ഷകനായ ജോർജസ് വെസ്റ്റ്ബി എഴുതിയ ലിസ്റ്റിൽ ടൈക്കി ദ ട്രൂത്ത് സ്റ്റോറി ഓഫ് വെജിറ്റേറിയൻ ലയണസ് എന്ന പുസ്തകത്തിലാണ് ലിറ്റിൽ ടൈക്കിയെ കുറിച്ചുള്ള വിവരണങ്ങളുള്ളത്. ടൈക്കി ഒരു വെജിറ്റേറിയൻ സിംഹമായിരുന്നു എന്ന അവകാശവാദം ജോർജസ് ഉന്നയിച്ചതും ഈ പുസ്തകത്തിലാണ്. ഏറെ താമസിയാതെ അമേരിക്കയിലെമ്പാടും ലിറ്റിൽ ടൈക്കിയുടെ പ്രശസ്തി വ്യാപിച്ചു. ലിറ്റിൽ ടൈക്കിക്ക് മാസങ്ങൾ പ്രായമുള്ളപ്പോൾ അവൾക്ക് ഖരരൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കേണ്ട സമയമെത്തി. എന്നാൽ മാംസാഹാരം സ്വീകരിക്കാൻ ലിറ്റിൽ ടൈക്കി മടി കാട്ടിയെന്ന് ജോർജസ് പുസ്തകത്തിൽ പറയുന്നു. സിംഹങ്ങൾക്കും മറ്റും മാംസാഹാരം പ്രധാനമാണെന്നും ടോർൺ എന്ന പ്രധാനപ്പെട്ട പോഷക വിവയ്ക്ക് മാംസത്തിൽ നിന്നാണ് ലഭിക്കുന്നതെന്നും ജോർജസിനും കുടുംബത്തിനും അറിയാമായിരുന്നു. അതിനാൽ തന്നെ ലിറ്റിൽ ടൈക്കിയെ മാംസം കഴിപ്പിക്കാൻ ഇവർ ശ്രമങ്ങൾ തുടർന്നു. എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണുണ്ടായിരുന്നതെന്നും ജോർജസ് പുസ്തകത്തിൽ പറയുന്നു. പാലിൽ രക്തം കലർത്തി കൊടുക്കാൻ ന്യൂയോർക്ക് മൃഗശാലയിലെ ഒരു വിദഗ്ധൻ പറഞ്ഞതനുസരിച്ച് ജോർജസ് അങ്ങനെ ചെയ്തു നോക്കി. എന്നാൽ ടൈക്കി ഈ പാല് കുടിക്കാൻ കൂട്ടാക്കിയില്ലെന്ന് ജോർജസ് പറയുന്നു. പല ശ്രമങ്ങളും പാളിയതോടെ ഈ ശ്രമങ്ങൾ ജോർജസും മാർഗരറ്റും ഉപേക്ഷിച്ചു. പിന്നീട് സസ്യാഹാരമായിരുന്നു ടൈക്കിയുടെ പ്രധാന ഭക്ഷണം. കുതിർത്തതും പാകം ചെയ്തതുമായ ധാന്യങ്ങളാണ് അവൾ കൂടുതൽ കഴിച്ചത്. മുട്ടയും മീനെണ്ണയും കഴിച്ചു. ജോർജസിന്റെ ഹിഡൻ വാലി റാൻസിൽ അനേകം കോഴികളും ആടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ലിറ്റിൽ ടൈക്കി ഇവയോടൊപ്പം കളിച്ചു വളർന്നു. മറ്റ് ജീവികളെയൊന്നും സിംഹം ആക്രമിച്ചിരുന്നില്ല. ബെക്കി എന്ന പെൺ ചെമ്മരിയാടുമായിരുന്നു ടൈക്കിക്ക് ഏറ്റവും കൂട്ട്. ഇവർ ഒരുമിച്ചുള്ള ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു.